വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ ഫ്രോഡിനെ തിരിച്ചറിയേണ്ട സാഹചര്യം കേരളത്തിൽ അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലിന്റെ മാതാവ് മരണപ്പെട്ട അല്ലെങ്കിൽ നമ്മോട് വിട പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. ആ മാതാവിന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തിറങ്ങിയിട്ട് തന്നെ കാണുവാൻ വന്ന ആരാധക വൃന്ദത്തോടടുത്ത് ചേർന്ന് നിന്ന് സെൽഫി ഫോട്ടോഷൂട്ട് എടുക്കുന്ന സതീശനെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വാരിയിളക്കിയത്. ചിരിച്ചുല്ലസിച്ച് തന്റെ ആരാധകരൊപ്പം നിന്ന് ഫോട്ടോ ഷൂട്ട് നടത്തുന്ന വി.ഡി. സതീശൻ. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. അതെ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആ വരുന്ന ആരാധകൻ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വലിയ വിവരം അല്ലെങ്കിൽ ധാരണ ഉണ്ടാകില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ഫോട്ടോഷൂട്ട് എടുത്തുകൂടാ, ഒരു സെൽഫിയുമായി ഒരു ആളിനി എത്ര വലിയ സെലിബ്രിറ്റി ആയാലും പോയി എടുത്തുകൂടാ എന്നൊരു ധാരണ ഒരുപക്ഷെ ആരാധകൻ ഉണ്ടാകില്ല. വി.ഡി. സതീശനെ കണ്ട ഒരു ഇതിൽ വരുന്നു, ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സാമാന്യ മര്യാദയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് എന്താണ്? ആ വരുന്ന വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ഒരു മരണ വീടാണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു ദുഃഖത്തിൽ ആഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം കോപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ച് കഴിഞ്ഞ്, അല്പം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ആകാം എന്ന് പറഞ്ഞ് ആ ആരാധകനെ പറഞ്ഞു വിടാമായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ PR വർക്കിന് വേണ്ടി എന്ത് കോപ്രായവും കാട്ടിക്കൂട്ടുവാൻ തയ്യാറാകുന്ന വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ ഫ്രോഡ് അപ്പോ പുറത്തു ചാടുകയായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ വ്യക്തി നടൻ മോഹൻലാലിന്റെ മാതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ മുതൽ വി.ഡി. സതീശന്റെ പുറകെ PR ക്യാമറകൾ ഉണ്ടായിരുന്നു. കൃത്യമായി വി.ഡി. സതീശന്റെ ഓരോ ചലനവും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ PR വർക്ക് കൊടുത്ത് ആ കുറച്ച് ക്യാമറമാരെ കൂടെ കൊണ്ടു നടക്കുന്ന കാഴ്ചകൾ കാണുവാനിടയായി. അത് കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ സമൂഹത്തിന് ഒട്ടും അംഗീകരിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഈ കോപ്രായം കൂടി കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുവാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ശരി, ഇത്തരത്തിൽ എല്ലാ പേരും ദുഃഖത്തിലാഴ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും തന്റെ ഫേസ് ഫെമിലിയർ ആക്കുവാൻ വേണ്ടി വി.ഡി. സതീശൻ കാണിച്ച ഈ രാഷ്ട്രീയ മര്യാദകേടിനെ ചെറ്റത്തരം എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവായി, ഒരു ജനപ്രതിനിധിയായി ഇരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു ഫ്രോഡ് മാത്രമാണ് വി.ഡി. സതീശൻ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെതിരെ കൃത്യമായ വാക്കുകളുമായി സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിന്നത് എന്നത് വ്യക്തമാണ്.